എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിതാ മഹേശ്വരൻ. ഇന്ന് ശ്രീകൃഷ്ണവിലാസ മഹാകാവ്യത്തിൻ്റെ 8ാമത്തെ സർഗത്തിലെ 137, 138, 139 എന്നീ 3 ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോണത്. അനുഷ്ടുപ്പ് വൃത്തത്തിലുള്ളതാണ് 3 ശ്ലോകങ്ങളും. ശ്രീകൃഷ്ണൻ ധനുർയാഗമെല്ലാം തച്ചുടച്ച് കളഞ്ഞു. ഒന്നും അവിടെ ബാക്കിയില്ലാത്ത വിധം ധനുസ് തന്നെ ആദ്യം എടുത്തു കളഞ്ഞു. പിന്നെ ഇനി എന്ത് വെച്ചിട്ടാണ് അവിടെയുള്ള ആൾക്കാർ പൂജിക്കണത്? അപ്പോൾ അടുത്ത ദിവസം ഇനി എന്താണ് ചെയ്യാൻ പോണത് എന്ന് ദൃഢനിശ്ചയവും എടുത്തു എന്നാണ് ഇവിടെ പറയണത്. നമുക്ക് ആദ്യം 137ാമത്തെ ശ്ലോകം ചൊല്ലാം. ശ്വഃ കരിഷ്യാമി കംസസ്യ വധമിത്യധ്യവസ്യ സ തതോ നിർഗത്യ ഭവനാത് ഭൂയോപി ശകടം യയൗ. ആദ്യം പദച്ഛേദം പറയാം. ശ്വഃ കരിഷ്യാമി കംസസ്യ വധം ഇതി അധ്യവസ്യ സഹ തതഃ നിർഗത്യ ഭവനാത് ഭൂയ അപി ശകടം യയൗ. എന്താണ് ഉണ്ടായത്? വളരെ ലഘുവായിട്ടുള്ള ലളിതമായിട്ടുള്ള ശ്ലോകമാണ്. വായിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും. അധ്യവസ്യ എന്നുള്ളതൊക്കെ അതിൽ വളരെ അപൂർവമായിട്ട് പ്രയോഗിക്കുന്ന ഒരു വാക്കുള്ളൂ. ബാക്കിയെല്ലാം കേട്ടാൽ തന്നെ മനസ്സിലാക്കാവുന്ന വാക്കുകളാണ്. അതിൻ്റെ അർത്ഥമൊക്കെ വേഗം മനസ്സിലാവും. സ എന്ന് പറഞ്ഞാൽ ആ ശ്രീകൃഷ്ണൻ കംസസ്യ വധം ശ്വഃ കരിഷ്യാമി ഇതി. കംസസ്യ വധം, കംസൻ്റെ വധം നാളെ ആവാം എന്ന് ചിന്തിച്ചിട്ട് ശ്വഃ കരിഷ്യാമി, അതായത് ധനുര്യാഗമൊക്കെ ഇന്ന് നശിപ്പിച്ചിട്ട് നാളെ കംസനെ വധിക്കാം എന്ന് ഉള്ളാലെ തീർച്ചപ്പെടുത്തി. അതാണ് ശ്വഃ കരിഷ്യാമി ഇതി അധ്യവസ്യ. അധ്യവസ്യ ചിന്തിച്ചുറപ്പിച്ചിട്ട്, ലബന്ധം അവയാണ്. അധ്യവസ്യ തതഃ ഭവനാത് നിർഗത്യ. തതഃ അതിനുശേഷം ഈ ആൾക്കാരെയൊക്കെ കംസൻ്റെ ഭൃത്യന്മാരെയൊക്കെ വധിച്ചു, യാഗമൊക്കെ നശിപ്പിച്ചു കളഞ്ഞു. അതിനുശേഷം വേഗം തന്നെ ഭവനാത് നിർഗത്യ, ആ യാഗശാലയിൽ നിന്ന് പുറത്തേക്ക് കടന്നിട്ട് ഭൂയ അപി ശകടം യയൗ, വീണ്ടും ആ ശകടത്തിലേക്ക് തന്നെ ചെന്നു. ശകടം എന്നുള്ളത് കൊണ്ട് വണ്ടി എന്ന് തന്നെയാണ് അർത്ഥം. ഗൃഹം എന്നും അർത്ഥം പറയുന്നുണ്ട് വ്യാഖ്യാനത്തിൽ. യഥാർത്ഥത്തിൽ താനൊരു ഗൃഹത്തിലേക്ക് പോയി എന്നാണല്ലോ, ശ്രീകൃഷ്ണൻ ഒരു ഗൃഹത്തിലേക്ക് പോയി എന്നാണല്ലോ വർണ്ണിക്കേണ്ടത്. ഇവിടെ എന്തുകൊണ്ടാണ് പിന്നെ വണ്ടിയുടെ ഉള്ളിലേക്ക് പോയി എന്ന് പറയണത് എന്നാണെങ്കിൽ, ശ്രീകൃഷ്ണനും ബലരാമനും മറ്റ് ഗോപന്മാരെല്ലാവരും തന്നെ മധുരാപുരിയിലേക്ക്, അമ്പാടിയിൽ നിന്ന് മധുരാപുരിയിലേക്ക് വന്നപ്പോൾ അവിടെ പ്രത്യേകിച്ചൊരു വീട്ടിൽ താമസിക്കാനൊന്നും പോയില്ല. അതായിരിക്കണം ഉദ്ദേശിച്ചത്. അവിടെയുള്ളൊരു ഉദ്യാനത്തിലാണ് രാത്രി കഴിച്ചു കൂട്ടിയത് തലേന്ന് എന്നൊക്കെ പറഞ്ഞു. ആ ഉദ്യാനത്തിൽ വണ്ടികൾ അവിടെ ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിലായിരിക്കണം കിടന്നുറങ്ങിയതൊക്കെ. അതുകൊണ്ടാവണം ആ വണ്ടികളിലേക്ക് പോയി എന്ന് പറഞ്ഞത്, കവി വർണ്ണിച്ചത്. അതല്ല എന്നുണ്ടെങ്കിൽ അവിടെ ഏതെങ്കിലും ചെറിയ തരത്തിലുള്ള താമസിക്കാനുള്ള സൗകര്യങ്ങൾ ആ ഉദ്യാനത്തിൽ ഒരുക്കിയിട്ടുണ്ടെങ്കിൽ അവിടേക്ക് പോകാനുള്ള വണ്ടിയിലേക്ക് കയറി എന്ന് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. പക്ഷേ ഇതുവരെ ശ്രീകൃഷ്ണനൊക്കെ നടന്നിട്ടാണ് രാജമാർഗത്തിൽ കൂടെ പോയത് എന്ന് പറഞ്ഞതുകൊണ്ട് അവിടെ ഒരു വണ്ടി വന്നതായിട്ടൊന്നും കവി വർണ്ണിച്ചില്ല. അതുകൊണ്ട് താൻ പോകുന്ന രഥത്തിലോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കാളവണ്ടികളുണ്ടല്ലോ, ശ്രീകൃഷ്ണനും ബലരാമനും വന്നത് അക്രൂരൻ്റെ രഥത്തിലാണ് എങ്കിൽ മറ്റ് ഗോപന്മാരൊക്കെ വന്നത് കാളവണ്ടികളിലാണ്. ആ കാളവണ്ടികളിൽ അത്യാവശ്യം രാത്രിയൊക്കെ കഴിച്ചു കൂട്ടാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള തൻ്റെ വണ്ടികളിലേക്ക് തിരിച്ചുപോയി എന്നാണ് വർണ്ണിക്കുന്നത്. അതാണ് പറയാൻ കുറച്ചുകൂടിയും ഭംഗി. അതാവും സാധ്യത. വന്നിട്ട് ഒരു ദിവസമല്ലേ കഴിഞ്ഞുള്ളൂ. അപ്പോഴേക്കും അവിടെ താമസിക്കാനുള്ള ചെറിയ വീടുകൾ പണിയാനൊന്നും സാധ്യതയില്ല. അച്ഛനും മറ്റ് ഗോപന്മാരും ഒക്കെ കൊണ്ടുവന്നതായ കാളവണ്ടികളിലേക്ക് തന്നെ ഇവരെല്ലാവരും തിരിച്ചുപോയി. നടന്ന പ്രവൃത്തി അത്ര രസകരമായിട്ടുള്ള ഒന്നായിരുന്നില്ലല്ലോ. ആദ്യത്തേക്ക് അനുഭവങ്ങൾ, മാലാകാരനെ കണ്ടതും കൂനി ആയിട്ടുള്ള സൈരന്ധ്രിയെ കണ്ടതും അതിന് അവർക്കൊക്കെ ഉള്ളതായ അനുഗ്രഹങ്ങൾ കൊടുത്തതൊക്കെ നല്ല നല്ല പ്രവൃത്തികളായിരുന്നു. അതിനൊക്കെ ശേഷം ഉണ്ടായ പ്രവൃത്തി എന്ന് പറയുന്നത് എല്ലാവർക്കും മാനസികമായിട്ട് ചില അസ്വസ്ഥതകളൊക്കെ ഉണ്ടാക്കുന്നത് തന്നെയാണ് എന്നുള്ളത് കൊണ്ട് അന്നത്തെ നടത്തവും യാത്രയൊക്കെ മതിയാക്കിയിട്ട് എല്ലാവരും തിരിച്ച് വണ്ടികളിലേക്ക് പോയി എന്നർത്ഥം. പതുക്കെ സന്ധ്യാവാനും തുടങ്ങി എന്നുള്ളതാണ് അടുത്ത ശ്ലോകത്തിൽ വർണ്ണിക്കുന്നത്. നമുക്ക് 138ാമത്തെ ശ്ലോകം നോക്കാം. പ്രാതരാഗത്യ പശ്യേയം കംസസ്യ നിധനോത്സവം ഇതി മത്വേവ മാർത്താണ്ഡോ വിഹായാഗാദ് വിഹായസം. ആദ്യം പദച്ഛേദം പറയാം. പ്രാതഃ ആഗത്യ പശ്യേയം കംസസ്യ നിധനോത്സവം ഇതി മത്വാ ഇവ മാർത്താണ്ഡ വിഹായ അഗാദ് വിഹായസം. ചെറിയ ചെറിയ വാക്കുകളാണ്.
അർത്ഥം പറയാനുണ്ട്. സൂര്യനെ പറ്റിയിട്ടാണ് ഇവിടെ പറയുന്നത്. മാർത്താണ്ഡൻ എന്താണ് ചെയ്തത്? സന്ധ്യയാകുമ്പോൾ സൂര്യൻ അസ്തമിക്കൂലോ, ആ സൂര്യാസ്തമനത്തിനെ വേറൊരു രീതിയിൽ അങ്ങനെയാണോ എന്ന് തോന്നും എന്ന് പറയണത് പോലെ ഒരു ഉത്പ്രേക്ഷാലങ്കാരം വെച്ചുകൊണ്ട് കവി വർണ്ണിക്കുകയാണ് ചെയ്യണത്. മാർത്താണ്ഡ പ്രാത ആഗത്യ കംസസ്യ നിധനോത്സവം പശ്യേയം ഇതി മത്വ, അല്ലെങ്കിൽ പ്രാത ആഗത്യ എന്ന് മുതൽ തുടങ്ങാം. പ്രാത ആഗത്യ, നാളെ വെളുപ്പാങ്കാലത്ത് വന്നാൽ, പ്രാത വെളിച്ചാവാങ്കാലത്ത്, ആഗത്യ വന്നാൽ, കംസസ്യ നിധനോത്സവം, കംസനെ വധിക്കുക എന്നുള്ള ഉത്സവം. അതെന്തുകൊണ്ടാണ് ഒരാളെ വധിക്കുക എന്നുള്ളതൊക്കെ ഉത്സവമായിട്ട് കൊണ്ടാടുമോ എന്ന് ചോദിച്ചാൽ, കംസനെ പോലെയുള്ള അത്ര ക്രൂര കർമ്മാക്കളുടെ വധം എന്നുള്ളത് ഒരു ഉത്സവം തന്നെയാണ്. ദേവന്മാർ അതിനായിട്ടാണ് കാത്തിരിക്കുന്നത്. ദേവന്മാർ മാത്രമൊന്നുമല്ല, കംസൻ്റെ ആക്രമണങ്ങൾക്ക് വിധേയരായിട്ടുള്ള എല്ലാ രാജാക്കന്മാരും ജനങ്ങളുമൊക്കെ കംസൻ്റെ വധം പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അപ്പോൾ സൂര്യദേവനൊക്കെ ഇത് അറിയാലോ. ദേവന്മാരൊക്കെ ചെന്ന് ആവശ്യപ്പെട്ടിട്ടാണ് ശ്രീകൃഷ്ണനായിട്ട് ഭഗവാൻ മഹാവിഷ്ണു ഭൂമിയിലേക്ക് വന്നത്. അപ്പോൾ നാളെ എന്തായാലും കംസവധം സംഭവിക്കുമെന്നുള്ളത് ഉറച്ച് മനസ്സിലാക്കിക്കൊണ്ട് വിശ്വസിച്ചുകൊണ്ട് മാർത്താണ്ഡൻ അഥവാ സൂര്യൻ ചക്രവാളത്തിൽ നിന്ന് താഴത്തേക്ക് മറഞ്ഞുപോയി എന്നാണ് ഇവിടെ പറയണത്. അപ്പോൾ പറയണത് എന്താണ്? സൂര്യൻ എന്താ വിചാരിച്ചത് എന്ന് കവി കൽപ്പിക്കുകയാണ്. പ്രാത ആഗത്യ, രാവിലെ വന്നാൽ, കംസസ്യ നിധനോത്സവം പശ്യേയം, കംസനെ വധിക്കുക എന്നുള്ള ഒരു വലിയ ഉത്സവം കാണാൻ പറ്റുമല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട്, ഇതി മത്വ ഇവ, ആരാണ് വിചാരിച്ചത്? ഇതി മത്വ ഇവ മാർത്താണ്ഡ, സൂര്യൻ വിഹായസം വിഹായ അഗാത്. വിഹായസം എന്ന് പറഞ്ഞാൽ ആകാശത്തിനെ, വിഹായ ഉപേക്ഷിച്ചിട്ട്, അഗാത് പോയി എന്നർത്ഥം. നമ്മൾ പണ്ട് കാലത്തും ഇപ്പോഴും കവിഭാവനയിലൊക്കെ പറയാറുണ്ട്, ആകാശത്ത് നിന്ന് ഇറങ്ങി സൂര്യൻ കടലിലേക്ക് എടുത്ത് ചാടി പോവുകയാണ് എന്ന്. അങ്ങനെ മുങ്ങാങ്കുഴിയിട്ട് പോയിട്ട് വെളുപ്പാങ്കാലത്ത് വീണ്ടും കിഴക്ക് ഭാഗത്ത് വന്ന് ഉദിക്കണതാണ് എന്നൊക്കെ കഥകളിൽ പറയാറുണ്ട്. അതുപോലെ ആകാശത്തിനെ പരിത്യജിച്ചുകൊണ്ട്, ആകാശമാർഗത്തിലുള്ള യാത്ര മതിയാക്കിക്കൊണ്ട് സൂര്യൻ കടലിലേക്ക് എടുത്ത് ചാടി എന്ന് പറയുകയാണ് ചെയ്യണത്. അതിൻ്റെ അർത്ഥം എന്താണ്? വ്യംഗ്യം എന്താണ്? രാത്രിയായി, ഇരുട്ട് വന്നു, സന്ധ്യയായി എന്നൊക്കെ അർത്ഥം. അപ്പോൾ അടുത്ത ദിവസം എന്തായാലും കംസനെ വധിക്കുമെന്നുള്ളതൊക്കെ ദേവന്മാർക്കൊക്കെ മനസ്സിലായി എന്നർത്ഥം. കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു നിർത്തിയല്ലോ, ശ്വക്കരിഷ്യാമി കംസസ്യ എന്നുള്ളത്. അത് ശ്രീകൃഷ്ണൻ മനസ്സിൽ ഉറച്ചപ്പോഴേക്കും ദേവന്മാർക്കൊക്കെ തന്നെ മനസ്സിലാക്കാനും പറ്റി എന്നർത്ഥം. നമുക്ക് 139 ശ്ലോകം കൂടി നോക്കാം. സസ്വവിശ്ലേഷജം ദുഃഖമുത്പശ്യൻ ഗോപയോഷിതാം കംസശ്ച ചിന്തയാവിഷ്ടോ ന നിദ്രാമധിജഗ്മതു. നമുക്ക് ആദ്യം പദച്ഛേദം പറയാം. സ സ്വവിശ്ലേഷജം ദുഃഖം ഉത്പശ്യൻ ഗോപയോഷിതാം കംസ ച ചിന്തയാ ആവിഷ്ട ന നിദ്രാം അധിജഗ്മതു. അന്നത്തെ ദിവസം രാത്രിയെ പറ്റിയിട്ടാണ് വർണ്ണിക്കുന്നത്. രാത്രിയിൽ 2 കൂട്ടർക്ക് ഉറക്കം കിട്ടിയില്ല എന്ന് പറയുന്നുണ്ട്. ആരൊക്കെയാ അതെന്ന് പറയാണ്. സഹ് കൃഷ്ണ കംസ ച, കൃഷ്ണനും കംസനും 2 പേരും ഉറങ്ങിയില്ല. ശ്ലോകത്തിൻ്റെ അവസാനത്തിൽ ക്രിയാപദം പ്രയോഗിച്ചിരിക്കുന്നത് ദ്വിവചനത്തിലാണ്. അതുകൊണ്ട് കൃഷ്ണനും ഉറക്കം വന്നില്ല, കംസനും ഉറക്കം വന്നില്ല എന്നുള്ളത് വ്യക്തമാണ്. എന്തുകൊണ്ടാണ് ഉറക്കം വരാഞ്ഞത്? കൃഷ്ണൻ എന്തുകൊണ്ടാണ് ഉറക്കം വരാഞ്ഞത് എന്നാണ് ആദ്യം പറയണത്. സ ഗോപയോഷിതാം സ്വവിശ്ലേഷജം ദുഃഖം ഉത്പശ്യൻ. കൃഷ്ണനാകട്ടെ ഗോപയോഷിതാം വിശ്ലേഷജം ദുഃഖം, സ്വവിശ്ലേഷജം, ഗോപയോഷിത്തുകൾക്ക് അതായത് ഗോപസ്ത്രീകൾക്ക്, സ്വവിശ്ലേഷജം തന്നെ പിരിഞ്ഞതുകൊണ്ടുണ്ടാകുന്നതായ ദുഃഖം, അവർക്ക് വളരെയധികം ദുഃഖം ഉണ്ടായിണ്ടാവുമല്ലോ ശ്രീകൃഷ്ണൻ പോന്നപ്പോൾ, താൻ പോന്നപ്പോൾ എന്നുള്ളത് ഓർത്തിട്ട്, ഉത്പശ്യൻ, ശ്രീകൃഷ്ണനും ഗോപസ്ത്രീകളും തമ്മിലുണ്ടായിരുന്ന ബന്ധം അങ്ങനെയാണല്ലോ. അതുകൊണ്ട് പെട്ടെന്ന് ഒരു മുന്നറിയിപ്പും ഇല്ലാതെ അവിടെ നിന്ന് പോന്നപ്പോൾ സ്വാഭാവികമായിട്ടും ഗോപസ്ത്രീകൾക്ക് നല്ല ദുഃഖമായിട്ടുണ്ടാവും. ശ്രീകൃഷ്ണനും അതോർത്തിട്ട് ചെറിയ വിഷമമൊക്കെ ഉണ്ട്. അതുകൊണ്ടാണല്ലോ അതൊക്കെ തന്നെ ആലോചിച്ചു കൊണ്ടിരുന്നത്. അങ്ങനെ ചിന്തിച്ചിട്ട് അവരുടെ ദുഃഖം താങ്ങാൻ പറ്റണതല്ലല്ലോ, അവരെങ്ങനെ അതിനെ കഴിച്ചു കൂട്ടും, എങ്ങനെ കാലം കഴിച്ചു കൂട്ടും എന്നൊക്കെ ആലോചിച്ചിട്ട്, അതാണ് ഉത്പശ്യൻ, അതിനെ പറ്റിയിട്ട് ഇങ്ങനെ മനസ്സിൽ ഓർത്തുകൊണ്ടും. അങ്ങനെയായിരുന്നു കൃഷ്ണൻ. അതുകൊണ്ടായിരുന്നു കൃഷ്ണന് ഉറക്കം വരാഞ്ഞത് രാത്രി. എന്നാൽ കംസൻ എന്തുകൊണ്ടാണ് ഉറക്കം വരാഞ്ഞത്? കംസ കംസനാകട്ടെ ചിന്തയാ ആവിഷ്ട, ചിന്തയാ ആവിഷ്ട. ചിന്തയാവിഷ്ട എന്ന് പറഞ്ഞാൽ
ചിന്ത വന്നു മൂടിയവനായിട്ടുള്ള കംസൻ്റെ മനസ്സിൽ പലതരത്തിലുള്ള ചിന്തകളായിരുന്നു. എന്തിനാണിപ്പോൾ ബാലകന്മാരെ ഇവിടെ കൊണ്ടുവന്നത് എന്നൊക്കെ വിചാരിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും. ഒരു കുഴപ്പമില്ലാതെ മധുരാപുരിയിൽ താൻ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ബാലകന്മാർ രണ്ടും അമ്പാടിയിൽ പശുക്കളെ മേച്ച് നടക്കുകയായിരുന്നു. വെറുതെ നേരമൊക്കെ ആവുമ്പോൾ ഓരോന്ന് വേണ്ടാത്തത് തോന്നൂലോ. അതാണ് കംസനുണ്ടായത്. അവരവിടെ ജീവിച്ചേനെ, താൻ ഇവിടെ ഭരിച്ചേനെ. പക്ഷേ നേരവും കാലമൊക്കെ വരുമ്പോൾ ഈ ചാക്കെടുത്തോൻ ഔഷധം പോലെന്ന് പറയണത് പോലെ ഒന്നും പിന്നെ ഫലിക്കില്ല. നല്ല ബുദ്ധിയൊക്കെ എവിടെയൊക്കെയോ പോയി ഒളിച്ചിരിക്കും. വേണ്ടാത്തത് മാത്രം തോന്നും. അതുകൊണ്ട് ഈ കംസൻ ആ നാട്ടിൻപുറത്ത് കിടന്ന 2 ബാലകന്മാരെ ഇവിടേക്ക് പിടിച്ചു കൊണ്ടുവന്നു. എല്ലാം അലങ്കോലപ്പെട്ടു. വിചാരിച്ച പദ്ധതികളൊന്നും നടന്നില്ല. ഇനി ഇവരെ എങ്ങനെ വധിക്കാമെന്നൊക്കെ ആയിരിക്കും ചിന്തിച്ചിട്ടുണ്ടാവുക. അതാണ് ചിന്തയാ ആവിഷ്ട. ചിന്ത കൊണ്ട് ആവിഷ്ടനായ, ചിന്തകൾ ഇങ്ങനെ അടിക്കടി വന്നു തുടങ്ങിയാൽ പിന്നെ ഉറക്കം എവിടേക്കാണ് പോവുക എന്ന് ഒരു പിടിയില്ല. അല്പം പോലും ഉറങ്ങാൻ പറ്റില്ല. ഉത്കണ്ഠയും അസ്വസ്ഥതയൊക്കെ ഉള്ള ആൾക്കാർ ഉറങ്ങാറില്ല രാത്രി. അപ്പോൾ കംസന് അന്നത്തെ രാത്രി കാളരാത്രിയായിരുന്നു, ഉറങ്ങാൻ പറ്റിയില്ല. ഇവിടെ പറയാണ് ചിന്തയാവിഷ്ട നിദ്രാം ന അധിജഗ്മതു, നിദ്രയെ പ്രാപിച്ചില്ല. ശ്രീകൃഷ്ണന് ഗോപസ്ത്രീകളെ പറ്റി വിചാരിച്ചിട്ട് ഉറങ്ങാൻ പറ്റിയില്ല. കംസന് ചിന്ത വർദ്ധിച്ചതുകൊണ്ട്, വേറെ തരത്തിലുള്ള ചിന്തകളായിരുന്നു. ചിന്തകൾ തന്നെയാണ് രണ്ടുപേരെയും ഉറക്കാതിരുന്നത്. രണ്ടുപേരെയും വിനിദ്രന്മാരാക്കിയത് ചിന്തകളാണ്. ഒന്ന് ഗോപസ്ത്രീകളെ പറ്റിയിട്ടുള്ള ചിന്തയായിരുന്നു, മറ്റത് തൻ്റെ ജീവൻ ഇനി എങ്ങനെ രക്ഷിക്കാം, ഈ ബാലകന്മാരെ എങ്ങനെ വധിക്കാം എന്നുള്ള ചിന്തകളോട് കൂടിയിട്ട് രണ്ടുപേരും ഉറങ്ങാതെ കഴിച്ചുകൂട്ടി എന്നർത്ഥം. ഇവിടെ ഈ 3 ശ്ലോകങ്ങളിലും വളരെ വ്യക്തമായിട്ട് മേൽപ്പത്തൂരുമായിട്ടുള്ളൊരു സാദൃശ്യം, മേൽപ്പത്തൂര് സുകുമാരകവിയുമായിട്ട് ചേർന്ന് എഴുതിയതുപോലെയോ രണ്ടുപേരും ആശയങ്ങൾ കൈമാറിയതുപോലെയോ തോന്നുന്ന വിധത്തിലുള്ളതായ ചേർച്ചകൾ ഇവിടെ ഉണ്ട്. ഇന്ന് നമ്മൾ ആദ്യം ചൊല്ലിയതായ ശ്വക്കരിഷ്യാമി കംസസ്യ എന്ന് പറയുന്ന ദിക്കിലും അതുപോലെ കംസസ്യ നിധനോത്സവം എന്ന് പറഞ്ഞ ദിക്കിലുമൊക്കെ മേൽപ്പത്തൂര് എങ്ങനെയാണ് പ്രയോഗിച്ചതെന്നാണെങ്കിൽ ഇത് രണ്ടുമൊക്കെ ഒറ്റ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുകയാണ്. 74-ാമത്തെ ദശകത്തിലെ 9-ാമത്തെ ശ്ലോകം ഇങ്ങനെയാണ് തുടങ്ങുന്നത്. ശ്വഃ കംസക്ഷപണോത്സവസ്യ പുരതഃ പ്രാരംഭദൂര്യോപമ എന്ന് പറയണ ആ ഒരു വരി, ആ പ്രാരംഭദൂര്യോപമം ഉണ്ടായത് എങ്ങനെയാണ്? ചാപധ്വംസ മഹാധ്വനി, വില്ലൊടിച്ചപ്പോൾ ഉണ്ടായതായ ശബ്ദം, അത് ഒരു നാന്തി കുറിച്ച ഒരു ശബ്ദം പോലെയായി. അതിൻ്റെ കേളികൊട്ട് എന്നൊക്കെ പറയും. ഒരു കലാരൂപം, പ്രത്യേകിച്ച് കഥകളി പോലെയുള്ളതൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് ഇങ്ങനെയൊരു കലാരൂപം അവതരിപ്പിക്കാൻ പോകുന്നുണ്ട് എന്നുള്ളത് നാട്ടുകാരെ അറിയിക്കാൻ വേണ്ടിയിട്ട് കേളി തുടങ്ങും. ആ കേളി പോലെയായിരുന്നു ഇനി അതിനുശേഷം എന്തോ വരാൻ പോകുന്നുണ്ട് എന്നുള്ളൊരു അറിയിപ്പാണ് കേളി. അതുപോലെ ഇന്ന് കേട്ടതായ വില്ലൊടിഞ്ഞ ശബ്ദം മറ്റെന്തിൻ്റെയോ സൂചകമായിരുന്നു എന്ന് മേൽപ്പത്തൂര് ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഈ രക്ഷിപുരുഷന്മാരുടെ വരവും ഒക്കെ മേൽപ്പത്തൂരും സുകുമാരകവിയും ഒരേപോലെയാണ് വർണ്ണിക്കുന്നത്. വൃത്തത്തിന് വ്യത്യാസമുണ്ടെന്നേ ഉള്ളൂ. ഇവിടെ 3 വൃത്തങ്ങളെ കൊണ്ട് പറയുമ്പോൾ അവിടെ മേൽപ്പത്തൂര് സംഗ്രഹണ പടുവായതുകൊണ്ട് ഒറ്റ ശ്ലോകം കൊണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് തീർക്കണുണ്ട്. അതുപോലെ രാത്രി കിടന്നപ്പോൾ ഉറക്കം വന്നില്ല എന്ന് പറയുമ്പോൾ ശ്രീകൃഷ്ണനെ പറ്റിയിട്ട്, ശ്രീകൃഷ്ണൻ്റെ ദുഃഖത്തിനെ പറ്റിയിട്ട് മേൽപ്പത്തൂര് പറയണത് എങ്ങനെയാണ്? ശ്രീദാംനാ സഹരാധികാ വിരഹജം ഖേദം വദൻ പ്രസ്വപൻ. അവിടെ ഉറങ്ങുന്നുണ്ടെന്ന് പറഞ്ഞു, കുറച്ചുറങ്ങി. പക്ഷേ ശ്രീദാമാവുമായിട്ട് രാധികയെ പിരിഞ്ഞതിലുള്ള വേദന പങ്കുവച്ചു അത്രേ. ഇവിടെ സുകുമാരകവി പറഞ്ഞത് ഗോപസ്ത്രീകളുടെ ദുഃഖത്തിനെ പറ്റി ഓർത്തു എന്നാണ്. മേൽപ്പത്തൂര് പറയണത് രാധയെ വേർപെട്ടത് കൊണ്ടുണ്ടായ ശ്രീകൃഷ്ണൻ്റെ ദുഃഖം ശ്രീദാമാവിനോടൊന്ന് പങ്കിട്ടു എന്നാണ്. ആശയങ്ങൾക്ക് നല്ല സാദൃശ്യം കാണാൻ പറ്റും. നമുക്ക് ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലി നോക്കാം. ശ്വഃ കരിഷ്യാമി കംസസ്യ വധമിത്യധ്യവസ്യ സ തതോ നിർഗത്യ ഭവനാത് ഭൂയോപി ശകടം യയൗ പ്രാതരാഗത്യ പശ്യേയം കംസസ്യ നിധനോത്സവം ഇതി മത്വേവ മാർത്താണ്ഡോ വിഹായാഗാദ് വിഹായസം സസ്വവിശ്ലേഷജം ദുഃഖമുത്പശ്യൻ ഗോപയോഷിതാം കംസശ്ച ചിന്തയാവിഷ്ടോ ന നിദ്രാമധിജഗ്മതു. അങ്ങനെ അടുത്ത ദിവസം ഇനി എന്താണ് ഉണ്ടാവാൻ പോണത്, എങ്ങനെയാണ് കംസവധം നടത്താൻ പോണത് എന്നുള്ളതൊക്കെയാണ് വർണ്ണിക്കാൻ പോണത്. ഇന്ന് ഈ 3 ശ്ലോകങ്ങളും നമുക്കിവിടെ അവസാനിപ്പിക്കാം. സുന്ദരമായിട്ടുള്ള 3 ശ്ലോകങ്ങളും ഭഗവാന്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്ന് നിർത്തട്ടെ. നന്ദി.